നമസ്കാരം. അപ്പോൾ ഇന്ന് ഐ പി എൽ 17-ാം സീസൺ അവസാനിച്ചിരിക്കുകയാണ്. കൊൽക്കത്ത വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് വന്നിരുന്നത്. അപ്പോൾ കൊൽക്കത്ത ജയിച്ചിരിക്കുകയാണ്. ഷാറൂഖ് ഖാൻ്റെ കൊൽക്കത്ത ജയിച്ചിരിക്കുകയാണ്. ശ്രേയസ് അയ്യരായിരുന്നു ക്യാപ്റ്റൻ. കഴിഞ്ഞ ശ്രേയസ് അയ്യർക്ക് കുറച്ച് ഓഫറുകളൊക്കെ ആയിട്ട് BCCI പ്രസിഡന്റ് ജയ്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ IPL കപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു തരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചിരുന്നത്. എന്തായാലും അടിപൊളി. അപ്പോൾ നമ്മൾ ഈ ചാനൽ അധികം ഇപ്പോൾ ക്രിക്കറ്റ് വീഡിയോ ചെയ്തിട്ടില്ല. കാര്യം ക്രിക്കറ്റിൽ നമുക്ക് വേൾഡ് കപ്പിൽ ഏറ്റ പരാജയം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. ഒരു ICC ട്രോഫി നേടാനുള്ള യോഗ്യത നമുക്കില്ലേ എന്നുള്ളൊരു തോന്നലായിപ്പോയി. കാര്യം എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. എല്ലാ ക്രിക്കറ്റിൻ്റെ മുത്തപ്പന്മാരെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ തന്നെയാണ്. പക്ഷേ എന്നിട്ട് നമുക്കൊരു ICC ട്രോഫി നേടാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. വീഡിയോ ചെയ്യണത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ ഷാറൂഖ് ഖാൻ, നമ്മുടെ SRK കിങ് ഖാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗംഭീറിനുള്ള ഓഫറാണ്. ഗംഭീർ ബ്ലാങ്ക് ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. എത്ര വേണേലും ഇതിന്ന് എമൗണ്ട് എഴുതിയെടുക്കാം. ഓക്കെ, അടുത്ത 10 വർഷം എൻ്റെ കൂടെ ഉണ്ടാകണം, എൻ്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഷാറൂഖ് ഖാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷാറൂഖ് ഖാൻ വളരെ വികാരഭരിതനായിട്ട് ഇന്ന് കുറച്ച് സ്പീച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഷാറൂഖ് ഖാൻ IPL തുടങ്ങിയ കാലം തുടങ്ങി ഗ്രൗണ്ടിലും അല്ലാണ്ട് കുറച്ച് വിമർശനങ്ങളും കുറച്ച് പരിപാടികളൊക്കെ കാണിച്ച് വിമർശനങ്ങളൊക്കെ നേരിട്ട ഒരാളും കൂടിയാണ്. എന്ന് വെച്ചാൽ പുള്ളി ആ ടീമിനെ അത്രത്തോളം ആ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഷാറൂഖ് ഖാൻ എന്നുള്ള ആ ഒരു ലേബലിൽ തന്നെയാണ് ആ ഫാൻസിന് അത്ര ഒരു ഫാൻസ് ആ ടീമിന് കിട്ടുന്നത്. നമുക്കറിയാം ആദ്യകാലങ്ങളിലൊക്കെ നല്ല രീതിയിൽ പൈസ മുടക്കി താരങ്ങളെ എടുത്ത ഒരു ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അന്ന് തന്നെ ആദ്യം തന്നെ ഫസ്റ്റ് സെഞ്ചുറിയൊക്കെ വരുന്നത് മക്കല്ലം സെഞ്ചുറിയൊക്കെ അടിക്കുന്നത് ആ ടീമിൽ തന്നെയാണ്. സൗരവ് ഗാംഗുലി ആയിരുന്നു ക്യാപ്റ്റൻ. ഗാംഗുലി കുറച്ച് നാൾ ക്യാപ്റ്റനൊക്കെ ടീം പോയി. അതിനുശേഷം ഗാംഗുലിയുടെ കളി മോശമായിട്ട് വന്നു. അപ്പോഴും ഗാംഗുലി ക്യാപ്റ്റൻസിക്ക് വേണ്ടി പിടിവള്ളി നടത്തിക്കൊണ്ടിരുന്നു. കാര്യം ഗാംഗുലി ക്യാപ്റ്റൻസിയുടെ ഒരു ഒബ്സഷനുള്ള ഒരാളാണ്. കാര്യം ഇന്ത്യൻ ടീമിലായിരുന്നപ്പോഴും ഗാംഗുലി ടീം തോക്കുന്നു, പക്ഷേ ഗാംഗുലി ടീമിലൊരു ബാധ്യതയായിട്ട് മാറുന്നു. ആ ക്യാപ്റ്റൻസി ഉള്ളത് കൊണ്ട് മാത്രം പുള്ളി ടീമിൽ നിൽക്കുന്നു എന്നുള്ള അവസ്ഥ വന്നപ്പോൾ സച്ചിൻ നൈസായിട്ടൊരു പണി കൊടുത്തതാണെന്ന് ഗാംഗുലി പുറത്തു പോകാൻ കാര്യം ടീമാണ് വലുത്, വിജയങ്ങളാണ് വലുത്. അല്ലാണ്ട് ക്യാപ്റ്റൻസി തൂങ്ങിപ്പിടിച്ച് കിടന്ന് ലൈഫ് തീർക്കേണ്ട പരിപാടിയൊന്നും ബാക്കിയുള്ളവർ അധ്വാനിക്കേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടത് വിജയമാണ്. അപ്പോൾ അതേ പരിപാടി ഇവിടെയും കാണിച്ചു തുടങ്ങിയപ്പോൾ അന്ന് ഇവരൊരു തീരുമാനം എടുത്തു. അന്ന് 2 രാജ്യങ്ങളിലാണെന്ന് കളി നടക്കണം. ഇന്ത്യയിലും വേറെ സ്ഥലങ്ങളിലൊക്കെ അന്ന് നടക്കുന്ന സമയമാണ്. അന്ന് ഗാംഗുലിയോട് പറഞ്ഞു, കുറച്ച് നാൾ ഇവിടെ ക്യാപ്റ്റനായിരിക്കട്ടെ, ഒരാൾ അവിടെ ക്യാപ്റ്റനായിരിക്കട്ടെ. അത് ഗാംഗുലിക്ക് മനസ്സിലായി ഇതൊരു പണിയാണെന്നുള്ളത്. അങ്ങനെ ഗാംഗുലി അവിടെ നിന്നൊക്കെ പോയി. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് ഗംഭീറിനെ കിട്ടുന്നത്. ഗംഭീർ അന്ന് ഡൽഹിക്ക് വേണ്ടി കളിക്കുന്ന സമയം, ഡൽഹി അന്ന് സേവാഗ്, ഗംഭീർ, ദിൽഷൻ, ഡിവിലിയേഴ്സൊക്കെ ഒരേ ടീമിൽ കളിക്കുന്നു. അന്ന് ഗംഭീർ മാത്രം വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ കളിയും കളിക്കുന്നു, ബാക്കിയുള്ളവർ കളിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് കണ്ടിട്ടായിരിക്കണം ഷാറൂഖ് ഖാൻ തൻ്റെ ടീമിലേക്ക് അന്ന് കൊൽക്കത്തയിലേക്ക് ഗംഭീറിനെ 8 കോടിക്കാണ് അന്ന് കൊണ്ടുവരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഗംഭീറിൻ്റെ ഒരു സ്പിരിറ്റ്, ഒരു വിജയ തീഷ്ണത എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ഗംഭീർ നമ്മൾ നേടിയ 2 ICC ട്രോഫിയിലും 2007 വേൾഡ് കപ്പിലും 2011 വേൾഡ് കപ്പിലും ഫൈനലിലെ ടോപ്പ് സ്കോററായിരുന്നു ഗംഭീർ. 2020 വേൾഡ് കപ്പിൽ 72 റൺസും ODI വേൾഡ് കപ്പിൽ 97 റൺസും. ഗംഭീറിൻ്റെ ആ ചെറുത്ത് നിൽപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാര്യം അതേപോലെ ഒരാൾ നിലവിൽ നമുക്കില്ല എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. ഗംഭീറിൻ്റെ ആരോഗ്യമോ വലിയ സംഭവം, വലിയ അതിമാനുഷിക ബോഡിയോ, യുവരാജിനെ പോലത്തെയോ അല്ലെങ്കിൽ ധോണിനെ പോലത്തെയോ അല്ലെങ്കിൽ കോഹ്ലിനെ പോലെ 6 പാക്കോ അങ്ങനെയുള്ള ഒരു ഐറ്റം ഇല്ല മൂപ്പർക്ക്. പക്ഷേ പുള്ളിയുടെ ഒറ്റ കാര്യമുള്ളൂ, പുള്ളിയുടെ വാശി. ആ ഒരു വാശിപ്പുറത്ത് മാത്രം കളിക്കുന്ന ആളാണ്. പുള്ളിനെ തോൽപ്പിക്കാൻ അങ്ങനെ പ്രയാസമാണ്. ആ ഒരു വാശിപ്പുറത്ത് തന്നെയാണ് പുള്ളി അന്ന് ആ കളികൾക്ക് സ്കോർ ചെയ്തതും അതിനുശേഷം IPL വിജയിപ്പിച്ചെടുത്തതും പുള്ളിയുടെ ആ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ്. പുള്ളി കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല സപ്പോർട്ട് കൊടുത്തു. പുള്ളി അന്ന് സപ്പോർട്ട് കൊടുത്ത ആൾക്കാരാണെന്ന് ആൻഡ്രെ റസലും സുനിൽ നാരായണൻ പുള്ളി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോഴും IPL ഉണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അങ്ങനെ ഒരാളെ കൊണ്ടുവന്നതുകൊണ്ട്, ഇവരങ്ങനെ ഒരാളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഓരോ പ്രാവശ്യം ഓപ്ഷൻ നടക്കുമ്പോൾ 2 പേരെ നിലനിർത്താൻ അവർക്ക് ഈസി ആയിട്ട് പറ്റും. കാര്യം സുനിൽ നാരായൺ ഡൗൺ ലൈനിൽ ബാറ്റ് ചെയ്തിട്ടുന്ന ഒരാളെ 1 ഡൗൺ അല്ലെങ്കിൽ ഓപ്പണറാക്കിയതും അദ്ദേഹത്തിൻ്റെ ബോളിംഗ് സ്കില്ലിനെ പണ്ട് ഹർഭജൻ സിംഗിനെ ഗാംഗുലി ഉപയോഗിച്ചെടുത്ത പോലെ ഉരുക്കി എടുത്തതാണ്. ശരിക്കും വെസ്റ്റ് ഇൻഡീസുകാർ പോലും സുനിൽ നാരായണനെ ഇത്ര ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഗംഭീർ നല്ല രീതിയിൽ ഉപയോഗിച്ച് വളർത്തിക്കൊണ്ടുവന്നാണ്. ഗംഭീറിൻ്റെ ചെക്കനാണെന്ന് പറയാം സുനിൽ നാരായൺ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വിജയിപ്പിച്ചെടുത്താണ് IPL കിരീടം എന്ന് പറയുന്നത്. IPL കിരീടം നേടിയപ്പോൾ സുനിൽ നാരായൺ ഒത്തിരി അന്ന് നല്ല രീതിയിൽ ബാറ്റിങ്ങും ബോളിങ്ങിലൊക്കെ നല്ല രീതിയിൽ തിളങ്ങുന്ന സമയമായിരുന്നു. ഗംഭീർ അന്ന് ഓപ്പണിംഗ് കയറി തച്ചുടച്ച സമയമായിരുന്നു. അവിടെയാണ് ഗംഭീറിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗംഭീർ അത്രയും നാൾ കളിച്ച ശൈലിയിലൊന്നുമല്ല അന്ന് ബാറ്റ് ചെയ്തത്. ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റിൽ തുടങ്ങിയ അടിയോടടിയെന്ന് പറഞ്ഞാൽ ഗംഭീറിൻ്റെ അതൊരു സീസൺ തന്നെയായിരുന്നു. ഓക്കെ,
അപ്പോൾ ആ ഗംഭീറിനെയാണ് ഷാറുഖ് ഖാൻ്റെ ഗംഭീറിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗംഭീർ പോയതിന് ശേഷം 2 IPL ഒക്കെ നേടി ഗംഭീർ അതിൽ നിന്ന് പോയി രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നു. പുള്ളിക്ക് അതിൽ സമയമില്ലാണ്ടായപ്പോൾ ഷാറുഖ് ഖാൻ മിസ് ചെയ്തു ഈ IPL കിരീടം എന്ന് പറയുന്നത്. കാര്യം തൻ്റെ ടീം ഇനി ഒരിക്കലും നേടിയാലെന്നുള്ള തോന്നൽ വന്നു. കാര്യം ഒരു ടീമിന് ഒരു കോർഡിനേഷൻ ഇല്ല. ജയിക്കണം എന്നുള്ള ഒരു ജയിക്കണം തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ക്യാപ്റ്റൻ ഇല്ല. ഒരിക്കൽ ഷാറുഖ് ഖാൻ ഗംഭീറിൻ്റെ ബർത്ത്ഡേക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മൈ ക്യാപ്റ്റൻ, എൻ്റെ ക്യാപ്റ്റന് ബർത്ത്ഡേ എന്ന് പറഞ്ഞു. കാര്യം അത്രത്തോളം ഷാറുഖ് ഖാൻ അദ്ദേഹത്തെ മിസ് ചെയ്തു. ഷാറുഖ് ഖാൻ്റെ സ്വപ്നമാണ് പുള്ളി സാക്ഷാത്കരിച്ചു കൊടുത്തത്. അത് നമുക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് അറിയാം. അന്ന് ആദ്യത്തെ IPL കിരീടം നേടുമ്പോൾ ഷാറുഖ് ഖാൻ മക്കളൊക്കെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. അവർ അന്ന് അത്രയും ടൈറ്റായിട്ട് വന്ന കളിയാണ്. കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയതും കരഞ്ഞുകൊണ്ട് ആ ട്രോഫി എടുത്ത് പോക്കണതും ഷാറുഖ് ഖാൻ ഗംഭീറിനെ എടുത്ത് പോക്കണതും ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഇനി പോകരുത്, എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ആ ബ്ലാങ്ക് ചെക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന് IPL ഫൈനലിൽ നടക്കുന്നതിന് മുന്നെയാണ് ആ ബ്ലാങ്ക് ചെക്ക് കൊടുത്തെന്ന് ഓർക്കണം. അപ്പോൾ അത്രത്തോളം ഗംഭീറിനെ ഷാറുഖ് ഖാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പറയുമ്പോൾ പുള്ളി BJP ആണ്, ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിലും ഷാറുഖ് ഖാൻ ഭയങ്കര ഇഷ്ടമാണ് ഗംഭീറിന്. കാര്യം ഗംഭീറിനെ പോലെ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും. അത്രയും വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് ഗംഭീർ. ഇന്ത്യൻ ടീമിൽ എങ്ങനെയാണോ വിശ്വസ്തനായിട്ട് നിന്നത് അതേപോലെ തന്നെ വിശ്വസ്തത പുള്ളി കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല BCCIയും ഗംഭീറിനോട് പരിശീലകനാകാൻ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗംഭീർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനൊക്കെ ഉണ്ട്. ഗംഭീർ പറഞ്ഞ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: ഞാൻ അപേക്ഷ തരാം, തന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആക്കിക്കൊള്ളണം. അല്ലാണ്ട് തന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്ന് ഗുസ്തി മറി, അവനുണ്ട് ഇവനുണ്ട് ഇങ്ങനെയുള്ള തേങ്ങ വർത്താനൊന്നും പറയരുതെന്നുള്ളത് പുള്ളി വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. തന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെയാവും. അപ്പോൾ ഷാറുഖ് ഖാൻ അത് ആ ഒരു സാധ്യത ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ബ്ലാങ്ക് ചെക്കൊക്കെ കൊടുത്തത്. പക്ഷേ ഗംഭീറിനെ നമ്മൾ മനസ്സിലാക്കിയത് ഗംഭീർ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്ന രാജ്യത്തിനാണ് പുള്ളി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പുള്ളിയുടെ തീരുമാനങ്ങൾ അത് തന്നെയാണ്. പിന്നെ പുള്ളിക്ക് ആരെയും പേടിയില്ല. പുള്ളി ഒരിക്കലും ഒരാളെ പേടിക്കുന്ന ടൈപ്പില്ല. ആർക്കെതിരെ പുള്ളി എന്തും തുറന്നു പറയും. പക്ഷേ ഒരാളുടെ നല്ല ഗുണങ്ങളെയൊക്കെ അംഗീകരിക്കാൻ ഗംഭീറിനെ പോലെ തുറന്ന മനസ്സ്, ഒരാൾക്കാരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ ഗുണങ്ങളെ അംഗീകരിക്കാൻ, അത് അവരുടെ ബർത്ത്ഡേ ആയാലും എന്തായാലും പുള്ളിക്കൊരു മടിയില്ല. പുള്ളി ധോണീനെ പറ്റി ചീത്ത പറയണതും അല്ലെങ്കിൽ ഒരു കോഹ്ലിക്കെതിരെ പറയണതും ഇത് പുള്ളിക്ക് പുള്ളിയതായ റീസൺ ഉണ്ട്. പക്ഷേ അവരുടേതായിട്ടുള്ള ക്വാളിറ്റി ഗുണങ്ങളെയൊക്കെ പുള്ളി പല കാര്യങ്ങളിലും അവസരങ്ങളിലും പുള്ളി അംഗീകരിക്കുന്നുമുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗംഭീറിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഗംഭീറിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗംഭീറിൻ്റെ ആ ഒരു ഗുണം വീണ്ടും, ആ ഒരു പവർ വീണ്ടും ഷാറുഖ് ഖാൻ വിറ്റ്നസ് ചെയ്തൊരു സീസൺ കൂടിയാണിത്. ഗംഭീർ കുറച്ച് നാൾക്ക് ശേഷം തൻ്റെ ടീമിൻ്റെ മെൻറ്ററായിട്ട് വരുന്നു. അതിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് മാത്രമാണ് ടീം ഇന്ന് കപ്പടിച്ചെന്നുള്ളത് ഷാറുഖ് ഖാൻ 100% വിശ്വസിക്കുന്നു. അതിന് പകരം വേറൊരാളെ കൊണ്ടുവന്നാലും നടക്കില്ല എന്ന് ഷാറുഖ് ഖാൻ വിശ്വസിക്കുന്നു. അതിന് പകരം പുള്ളിയുടെ മനസ്സിലുള്ള ഒരാൾ എനിക്ക് തോന്നുന്നത് ധോണിയായിരിക്കണം. ധോണീനെ എന്തായാലും കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷം അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ഒരേ ഒരാൾ ഗംഭീർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം വേറെ ഒരാളെ സെർച്ച് ചെയ്ത് പോയിട്ടും കാര്യമില്ല. കാര്യം ഇത്രയും സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ ഗംഭീർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഷാറുഖ് ഖാൻ ഇത്ര ഓഫർ വെച്ചത് എൻ്റേതായിട്ടുള്ള ഗംഭീറിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു ഡൊമിനൻസിയെ പുള്ളി ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു. പുള്ളിയുടെ ടീം നിലനിൽക്കണമെങ്കിൽ ഗംഭീർ കൂടെ ഉണ്ടാവണമെന്ന് പുള്ളി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുള്ളിയുടേതായിട്ടുള്ള പ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ഗംഭീർ എന്തായാലും ഇന്ത്യയുടെ ടീമിൻ്റെ കോച്ചായിട്ട് വരുന്നതിൽ നല്ല കാര്യമാണ്. കാര്യം ഗംഭീർ നല്ലൊരു പ്ലെയറാണ്. നല്ല ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്ത് ഒരാൾക്കാരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ, കറക്റ്റ് സപ്പോർട്ട് കൊടുക്കാൻ ഗംഭീറിന് വ്യക്തമായിട്ടറിയാം. ശരിക്കും ധോണി എന്ന് പറഞ്ഞൊരു അധികായൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഗംഭീർ ക്യാപ്റ്റൻസിയിൽ വന്ന് ഗംഭീറും ഒരു അത്യാവശ്യം കപ്പൊക്കെ അടിക്കാൻ ഹെൽപ്പുള്ളൊരു ക്യാപ്റ്റൻ തന്നെയാണ്. കാര്യം അത് ഓൾറെഡി അദ്ദേഹം ബാറ്റിങ്ങിലൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്താണ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് അതേപോലെ ഒരാൾ ഇന്ത്യയുടെ കോച്ചായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ കപ്പടിക്കാൻ അല്ലെങ്കിൽ കപ്പ് നിലനിർത്താനൊക്കെ സാധ്യതകളുണ്ട്. എന്നാലും ഗംഭീർ വരട്ടെ. ഷാറുഖ് ഖാൻ എനിക്ക് തോന്നുന്ന കൊടുത്ത ചെക്ക് അവിടെ തന്നെ ഇരിക്കാൻ സാധ്യതയാണ്. കാര്യം BCCIയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഗംഭീർ നൈസായിട്ട് അവിടെ നിർത്തും. ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് മാറും, കോച്ചായിട്ട് മാറും. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, ബൈ.